ഹോർമുസ് വിഷയത്തിൽ ഇറാനുമായി ധാരണയിലെത്തിയതായി ഡൊണാൾഡ് ട്രംപ്. ആണവ നിരായുധീകരണം സംബന്ധിച്ച ധാരണ വൈകാതെയുണ്ടാകും. സൗദി, UAE, ഖത്തർ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നിർത്തിവച്ചതെന്നും ട്രംപ് പറഞ്ഞു. കൂടാതെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണത്തിലാണ് US തയ്യാറെടുത്തിരിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. You got to sort of say, well, let's see. And the reason they asked is I think there's a deal. There's a deal on Hormuz, and then there will be a deal on the nuclear. I call it the denuclearization of Iran. So we're holding it. We'll just see. We can do it anytime we want. But we're asked by the three primary groups. We're also asked by Iran, very strongly, actually. They said, we'd like to make a deal. Now, I don't know what they say, because a lot of times they'll say that to me and then they'll go out and say, we don't know what he's talking about. Obviously, they don't want to be attacked. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഹോർമൂസ് വിഷയത്തിൽ ഇറാനുമായി ധാരണയിലെത്തിയതായിട്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആണവ നിരായുധീകരണം സംബന്ധിച്ച ധാരണ വൈകാതെ ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന വിശദാംശങ്ങൾ? തീർച്ചയായും ഏറ്റവും നിർണായകമായ ഒരു മറുപടി അല്ലെങ്കിൽ നിർണായകമായ ഒരു വിശദീകരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഹോർമൂസ് വിഷയത്തിൽ ഇറാനുമായി ധാരണയിലെത്തി. അത് സഖ്യരാഷ്ട്രങ്ങളുമായുള്ള അല്ലെങ്കിൽ നേരത്തെ നമുക്കറിയാവുന്ന സൗദി അറേബ്യ, ഇറാഖ്, ഖത്തർ തുടങ്ങിയ സൗദി അറേബ്യയും ഖത്തറും അതുപോലെ തന്നെ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇറാനും നേരിട്ടാണ് ഇത്തരത്തിലൊരു ധാരണയിലെത്തിയിരിക്കുന്നത് എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ ഹോർമൂസ് ധാരണ നടപ്പാകുകയും ഹോർമൂസിലെ ധാരണയിലെത്തുകയും അതുപോലെ തന്നെ ഇറാനുമായുള്ള ആണവ ധാരണ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയും അത് വൈകാതെ ധാരണയാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതായും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു ചർച്ച നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഈ സംഘർഷം നിർത്തിവെക്കണമെന്നൊരാവശ്യം വളരെ കൃത്യമായി തന്നെ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു അഭ്യർത്ഥനയുടെ പ്രകാരമാണ് ഇന്നലെ രാവിലെയോടെ അല്ലെങ്കിൽ ഇന്ത്യൻ സമയം ഇന്നലെ രാവിലെ അത്തരത്തിലൊരു നീക്കം ഉണ്ടായത് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഇനി തുടർ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി നാളെ ചർച്ചകൾ, അതായത് ഇന്ന് സാങ്കേതികമായി തിങ്കളാഴ്ച ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും ട്രംപ് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ചർച്ചകൾ നടക്കുക എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം ലഭ്യമായിട്ടില്ല. വൈകാതെ തന്നെ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു സൈനിക നടപടിക്ക് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നീക്കങ്ങൾ നടത്തിയിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് ട്രംപിന്റെ അനുമതിയും നൽകിയിരുന്നു. ശക്തമായ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ടെന്ന് ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും ശക്തമായ ഒരു ആക്രമണത്തിനാണ് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ഒരുങ്ങിയത് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അത്തരത്തിലൊരു സ്ഥിരീകരണവും അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആക്രമണങ്ങൾ നീട്ടിവെച്ചിരിക്കുന്നു. ഹോർമൂസിലെ ധാരണ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ആണവ നിരായുധീകരണം സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനുമായുള്ള സംഘർഷം അല്ലെങ്കിൽ ഇറാൻ യുദ്ധം, പശ്ചിമേഷ്യയിലെ സംഘർഷം എല്ലാം തന്നെ അവസാനിപ്പിക്കാനുള്ള സാധ്യത തുറക്കുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. തുടർ ചർച്ചകൾ തിങ്കളാഴ്ച ആരംഭിക്കുമെന്നും അദ്ദേഹം വിശദീകരണവും നൽകുന്നുണ്ട്. അഞ്ജന. ശരി.